നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി എം.പി. രാജേഷ് മദ്യ കമ്പനിക്ക് വേണ്ടി അട്ടിമറിച്ചെന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യം കണ്ടാണ് പദ്ധതി അട്ടിമറിക്കാൻ മന്ത്രി നേതൃത്വം നൽകിയതെന്നും പരസ്പര വിരുദ്ധ പ്രസ്താവനകളാണ് എം.പി. രാജേഷ് നടത്തുന്നതെന്നും സി കൃഷ്ണകുമാർ. ദേശീയപാത കുഴൽമന്ദം വെള്ളപ്പാറയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് മുണ്ടൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാമ. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഫിലിപ്പിന് ഗുരുതര പരിക്ക്. അപകടം സംഭവിച്ചത് കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മുണ്ടൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. കായിക പ്രേമികൾക്ക് ശുഭവാർത്ത. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ടർഫ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4.32 കോടി രൂപ ചെലവിൽ സ്പോർട്സ് കൗൺസിൽ ആധുനിക മൈതാനം സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥലത്ത്. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കോട്ടായി പൂടൂർ പാതയിൽ പെരുങ്കുളങ്ങര ചേന്നങ്ങാട് മലമ്പുഴ കനാൽ പാലം അപകടാവസ്ഥയിൽ. പതിറ്റാണ്ടുകളായി പാലം തകർച്ചാ ഭീഷണിയിലെന്ന് നാട്ടുകാർ. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാത്തൂരിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി എം.പി. രാജേഷ് അട്ടിമറിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. അങ്ങനെ വന്നാൽ മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടാണ് മന്ത്രി കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചതെന്നും സി കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒയാസിസ് മദ്യക്കമ്പനി എത്തുമ്പോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ 2023 നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒയാസിസ് മദ്യക്കമ്പനി എത്തനോൾ നിർമ്മാണത്തിനുള്ള അപേക്ഷ 2023 നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ കേന്ദ്രം കമ്പനിക്ക് എത്തനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത് 2024 മാത്രമാണ്. 2022 കമ്പനി എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങുന്നുണ്ട്. ഇത് കാണിച്ചാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ്. സംസ്ഥാനത്തെ ബ്രൂവറി ഇടപാട് നേരത്തെ തീരുമാനിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ എം.പി. രാജേഷാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ 100% നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് എം.പി. രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനിയെ എത്തനോൾ നിർമ്മിക്കാനുള്ള യൂണിറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക. ഇവിടെ 2022 സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയത്തെ സ്ഥലം കാണിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. ഓരോ കള്ളക്കഥകളും പൊളിയുമ്പോൾ മന്ത്രി പുതിയ ആരോപണങ്ങളുമായി വരികയാണ്. കമ്പനിക്ക് നൽകിയ അനുമതിക്കെതിരെ ബി.ജെ.പി. കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റ് കടത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ CPM-ലെ ചില പ്രമുഖർക്കാണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത ഇല്ലാതിരിക്കാൻ കാരണം ജില്ലാ സെക്രട്ടറിക്ക് ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റും മന്ത്രിക്ക് ഡിസ്റ്റിലറിയും ലഭിച്ചതുകൊണ്ടാണെന്നും കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത കുഴൽമന്ദം വെള്ളപ്പാറയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് സ്ത്രീ മരിച്ചു. മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ 63 വയസ്സുള്ള സാറാമ ഫിലിപ്പാണ് മരിച്ചത്. കോട്ടയത്ത് നിന്ന് മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പാലക്കാട് മുണ്ടൂർ ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു വെള്ളപ്പാറയിൽ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് സാറാമയെയും ഫിലിപ്പിനെയും പുറത്തെടുത്തത്. സാറാമ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഫിലിപ്പിനെ ആശുപത്രിയിലേക്ക് മാറ്റി.
കാർ ഓടിച്ചിരുന്ന ഫിലിപ്പ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫെബ്രുവരി 3 മുണ്ടൂരിൽ വെച്ച് മകൻ്റെ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കാൻ നിശ്ചയിച്ചിരിക്കെയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്പോർട്സ് കൗൺസിൽ നിർമ്മിക്കുന്ന ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. 80% പ്രവൃത്തി പൂർത്തിയാക്കിയ ടർഫ് കായിക പ്രേമികൾക്ക് മാർച്ചിൽ തുറന്നുകൊടുക്കും. ടർഫിന്റെ പുല്ലുവിരിക്കലും ലൈറ്റുകൾ പിടിപ്പിക്കലും ഇന്റർലോക്ക് കട്ടവിരിക്കലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും മാത്രമാണ് അവശേഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4.32 കോടി രൂപ ചെലവിലാണ് പദ്ധതി. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാനം നിർമ്മിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും മറ്റും പൂർത്തിയായി കഴിഞ്ഞു. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന് നടത്തിപ്പിനായി ഒരാളെ ചുമതലപ്പെടുത്തും. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മാർച്ചിൽ കായിക പ്രേമികൾക്ക് മൈതാനം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ടർഫ് വാണിയംകുളം പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അത് വാണിയംകുളം പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് സ്റ്റേഡിയം. യാഥാർത്ഥ്യമാവുകയാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചെറിയൊരു സ്റ്റേഡിയമാണ്. പക്ഷേ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇതിലുള്ളത്. ടർഫാണ്. അതാണ് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയാൻ കാരണം. ടർഫ് പതിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ബഡ്ജറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഡിയം മാർച്ചിൽ തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പി മമ്മിക്കുട്ടി MLA, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റോഡിന് കുറുകെയുള്ള കനാൽ പാലം തകർന്നിട്ട് പതിറ്റാണ്ടുകളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോട്ടായി പൂടൂർ പ്രധാന പാതയിൽ പെരുങ്കുളങ്ങര സെൻട്രലിൽ നിന്ന് പോകുന്ന ചേന്നങ്ങാട് റോഡിലെ മലമ്പുഴ കനാൽ പാലമാണ് കൈവരികൾ തകർന്ന് ഗതാഗതത്തിന് ഭീഷണിയായത്. പൊതുവെ വീതി കുറഞ്ഞ പാലത്തിലെ കൈവരികൾ നശിച്ചതിനാൽ രാത്രി സമയങ്ങളിൽ അല്പമൊന്നും തെറ്റിയാൽ 10 അടിയോളം താഴ്ചയിലേക്ക് വീഴും. കനാൽ പാലത്തിന്റെ കൈവരി തകർന്നത് പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. അപകടം നടന്നിട്ട് കണ്ണു തുറക്കുന്നതിന് മുൻപ് അപകട സാധ്യത ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കള്ളക്കണക്ക് നിരത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും KSRTCയെ തകർക്കാനുമാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S അജയകുമാർ. എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അജയകുമാർ. ദിവസം 9 കോടി രൂപ വരുമാനമുണ്ടായിട്ടും നഷ്ടക്കണക്കുകൾ നിരത്തുന്നത് KSRTCയെ തകർത്ത് പൊതുഗതാഗതം സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള ഇടതു സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S അജയകുമാർ ആരോപിച്ചു. അങ്ങനെയൊക്കെ സ്ഥിതി വന്നു. ഇപ്പോൾ ശമ്പളം മുടക്കമില്ല, ശമ്പളം കൃത്യതയാണ്. പക്ഷെ അങ്ങനെ 2 മാസം വരെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ ഇടയിൽ KSRTCക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു ചർച്ചയാണ്. നമുക്ക് അതിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയ വീഴ്ച കുറവുകളുമുണ്ട്, ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്താണെന്ന് കേട്ടാൽ കല്യാണം കഴിക്കാനാണെങ്കിൽ കെട്ടിൻ്റെ പണി കിട്ടും, രാജേഷിൻ്റെ പണി കിട്ടുമെന്നല്ല പറഞ്ഞത്. കാരണം ഈ വിവാഹം തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ഈ കല്യാണം പെണ്ണാലോചിക്കുമ്പോൾ പയ്യൻ്റെ ജോലി തിരക്കും. അപ്പം വീട്ടുകാർ ജോലിയോടൊപ്പമാണ് കല്യാണം കഴിയുക, പയ്യൻ്റെ കൂടെ അല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പാലക്കാടോടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ KSRTC എന്ന് പറയുമ്പോൾ ചെറിയൊരു പിടുത്തം, ആ ഒരു പിടുത്തം നമുക്കുണ്ട്. മനസ്സേണികളുടെ ഗുണം എന്താണ്? നമ്മുടെ കുടുംബത്തിലൊരു ആവശ്യം വരെയാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വലിയ സഹായങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ വീട്ടിലെ അവസ്ഥ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വീട്ടിൽ അവരുടെ മനസ്സിൽ ശമ്പളം കിട്ടാത്ത ആളെന്നാണ്. എന്നാൽ ശമ്പളം കിട്ടാതെയാണോ ശമ്പളം കിട്ടുന്നത്?
എന്തുകൊണ്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യും? ജില്ലാ പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിജയനെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജീവനക്കാരെയും വിവിധ സംഘടനകളിൽ നിന്നും എംപ്ലോയീസ് സംഘിൽ അംഗത്വമെടുത്തവരെയും യോഗത്തിൽ ആദരിച്ചു. BMS ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, കെ സുധാകരൻ, രാജേന്ദ്രൻ, എംപ്ലോയീസ് സംഘ സംസ്ഥാന സെക്രട്ടറി PK ബൈജു, TV രമേഷ് കുമാർ, കെ സുരേഷ് കൃഷ്ണൻ, സി പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യജീവനെടുക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ കഴിയാത്ത വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കാഴ്ചപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കർഷക കോൺഗ്രസ് സെക്രട്ടറിമാരായ P പങ്കജാക്ഷൻ മാസ്റ്റർ, M കൃഷ്ണൻ, പിരിയാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PR പ്രസാദ്, P ഉണ്ണികൃഷ്ണൻ, P പ്രസാദ്, TR രാധാകൃഷ്ണൻ, K വേണുദാസ്, KC സുരേഷ്, N ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി A സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അവർ നടപ്പിലാക്കുന്ന വകുപ്പ് വഴി നടപ്പിലാക്കുന്നതും തദ്ദേശ സ്വയംഭരണ വഴി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ, അവർ നടപ്പിലാക്കുന്ന ആനുകൂല്യ വിതരണ പ്രവർത്തനങ്ങളിൽ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി അവർക്ക് ന്യായമായ ക്ഷേമ പദ്ധതികളിൽ അവരെയും കൂടെ ഭാഗമാക്കണം എന്നതാണ് നമ്മൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മറ്റൊന്ന്, മാർക്കറ്റുകളുടെ ശോചനീയാവസ്ഥ. നമ്മുടെ കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, കേരളത്തിൽ 947 പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ. മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ മക്കൾക്ക് ലംസം ഗ്രാന്റിന് പകരമായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുക, മത്സ്യ മാർക്കറ്റുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ക്ഷേമനിധി അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളിലൂടെ മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക, സമ്പാദ്യ സമാശ്വാസ പദ്ധതി അനുബന്ധ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക, മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് പ്രത്യേക ആരോഗ്യ സംരക്ഷണ പാക്കേജ് അനുവദിക്കുക, മലമ്പുഴ ഡാമിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന സഹകരണ സംഘം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുൽഫീഖർ അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM സെയ്തുപ്പ, ഉണ്ണികൃഷ്ണൻ മമ്പാട്, സക്കീർ പട്ടാമ്പി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുജീബ് റഹ്മാൻ, OM ബാബു, സുരേഷ് മലമ്പുഴ, ജില്ലാ സെക്രട്ടറി A സമീർ ഖാൻ, നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ഹരിതകർമ്മസേനാംഗങ്ങളും സംയുക്തമായി കൊച്ചിൻ പാലം മുതൽ വിവിധ സ്ഥലങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഹരിതകർമ്മസേനയും അതേപോലെ പഞ്ചായത്തും ഒക്കെ കൂടെ കൂടി നമ്മുടെ ചെറുതുരുത്തിയുടെ ഒരു പ്രദേശം ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളും ശുചീകരണ പ്രവർത്തനം നടത്തുമെന്നാണ്. വഴിയിൽ ഉപേക്ഷിച്ചുപോയ പാഴ്വസ്തുക്കൾ ചാക്കുകളിൽ ശേഖരിച്ചു. ഹരിതകർമ്മസേന പ്രസിഡന്റ് സെലിജയുടെ നേതൃത്വത്തിൽ 25ഓളം ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാലിന്യ വിമുക്ത കേരളം ഹരിതകർമ്മസേന സ്ത്രീകൾ ഞങ്ങൾ 25 പേര് വരുന്ന ഞങ്ങൾ ഇവിടെ ഇന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ KVR സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ടായി. വൈകിട്ട് 5-ന് നടന്ന പൊതുസമ്മേളനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VS സുധേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KR മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. 2024 മികച്ച സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക KR ഷീന, അധ്യാപിക
CC രജിത എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. PTA ഉപഹാരവും ചടങ്ങിൽ നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, PTA വൈസ് പ്രസിഡന്റ് അജിത്, MPTA പ്രസിഡന്റ് അജിത വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി SP രാമപ്രസാദ് എന്നിവർ സംസാരിച്ചു. KR ഷീന, CC രജിത എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി. തുടർന്ന് ബീന R ചന്ദ്രന്റെ നേതൃത്വത്തിൽ KV ശ്രീജ രചനയും CM നാരായണൻ സംവിധാനവും നിർവഹിച്ച ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽ മരം അരങ്ങിലെത്തി. ഏകപാത്ര നാടകത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മേള സംഘടിപ്പിച്ചു. മൗണ്ട് സീന മാനേജർ K അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, വൈസ് പ്രിൻസിപ്പൽ K ശ്രീലത, സീനിയർ വിഭാഗം ഹെഡ് ഉമൈവാൻ, LP വിഭാഗം ഹെഡ് ബൾക്കീസ്, മോണ്ടിസോറി ഹെഡ് രജനി, രജീഷ് മാസ്റ്റർ, ആർട്സ് അധ്യാപകരായ അഹമ്മദ് കുട്ടി, ഷീജ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിങ്, ഫാബ്രിക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ് എന്നിവയിലായി 500-ലധികം പെയിന്റിംഗ്, കരകൗശല വസ്തുക്കൾ വിദ്യാർത്ഥികൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറ AUP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. MPTA പ്രസിഡന്റ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദിയാലക്ഷ്മി സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റുമാരായ PK മണികണ്ഠൻ, ലാവണ്യ, പ്രധാനാധ്യാപിക KP സരസ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നുണ്ടായി. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള താൽപര്യം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. A path to show your success or show your skills or improve your skills and self-confidence. അതിഥി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഫെസ്റ്റ് ഫെബ്രുവരി 1-2 തീയതികളിൽ നടക്കും. 1 വൈകിട്ട് സംഗീത പരിപാടിയും 2 സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് 19-ാം മൈലിന് സമീപത്തെ വേദിയിലാണ് സംഗീത പരിപാടി. ഫെസ്റ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് 7 മണിക്ക് VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. K പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, മുൻ MLA M ഹംസ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. സമ്മേളനത്തിന് ശേഷം സംഗീത പരിപാടി തുടരും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് 19-ാം മൈലിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. 10-ലേറെ കമ്മിറ്റികൾ പങ്കെടുക്കും. രാത്രി 10-ന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലാണ് സമാപനമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് K അയൂബ്, ജനറൽ കൺവീനർ K വിനോദൻ, VP സുരേഷ് ബാബു, TP ഷമീർ, അമീർ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗവനാടിലെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള ഒറ്റപ്പാലത്തിൻ്റെ മുഴുവൻ മാനവരാശിയും കൂടി ഒരു അഭിമാന പരിപാടിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4ാം തുറയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് ഓരോ വർഷം കയറി വരുമ്പോൾ. 3ാമത്തെ കഴിഞ്ഞ് 4ാമത്തെ തവണയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിന് നമ്മൾ ഉദ്ഘാടകനായിട്ട് നമ്മുടെ പാലക്കാട് MP ശ്രീകണ്ഠനാണ്. അതേപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് MLA, മുൻ MLA ശ്രീ ഹംസ അദ്ദേഹമുണ്ട്. പിന്നെ ഗസ്റ്റായിട്ട് അനിൽ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇപ്രാവശ്യം ഫെസ്റ്റിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതി പാലക്കാട് ജില്ലയിൽ മന്ത്രി MB രാജേഷ് മദ്യക്കമ്പനിക്ക് വേണ്ടി അട്ടിമറിച്ചെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ.
എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിൽ മലമ്പുഴ ജലം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ ഇക്കാര്യം കണ്ടാണ് പദ്ധതി അട്ടിമറിക്കാൻ മന്ത്രി നേതൃത്വം നൽകിയതെന്നും പരസ്പര വിരുദ്ധ പ്രസ്താവനകളാണ് എം.പി. രാജേഷ് നടത്തുന്നതെന്നും സി. കൃഷ്ണകുമാർ. ദേശീയപാത കുഴൽമന്ദം വെള്ളപ്പാറയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് മുണ്ടൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാമ. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഫിലിപ്പിന് ഗുരുതര പരിക്ക്. അപകടം സംഭവിച്ചത് കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മുണ്ടൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. കായിക പ്രേമികൾക്ക് ശുഭവാർത്ത. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ടർഫ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാന സർക്കാർ അനുവദിച്ച 4.32 കോടി രൂപ ചെലവിൽ സ്പോർട്സ് കൗൺസിൽ ആധുനിക മൈതാനം സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥലത്ത്. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് കായിക മന്ത്രി വി. അബ്ദുറഹ്മാൻ. കോട്ടായി പൂടൂർ പാതയിൽ പെരുങ്കുളങ്ങര ചേന്നങ്ങാട് മലമ്പുഴ കനാൽ പാലം അപകടാവസ്ഥയിൽ. പതിറ്റാണ്ടുകളായി പാലം തകർച്ചാ ഭീഷണിയിലെന്ന് നാട്ടുകാർ. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ട വനം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാത്തൂരിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.